സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കല്ലപ്പം ചുടാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: പച്ചരി 2 കപ്പ്, 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ചോറ് 1/4 കപ്പ്, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, പഞ്ചസാര 1/2 ടീസ്പൂൺ, തേങ്ങ 1/4 മുറി, അത് 1/2 മുറി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി 3 അല്ലി, സവോള ഒരു ചെറുത് മുറിച്ചത്, ജീരകം 1 നുള്ള്, ഏലക്കായ 2 എണ്ണം, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന്. ഇനി ചോറും അരിയും നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരിയിട്ട് കുറച്ച് ചോറിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരി കൂടി ഇങ്ങനെ അരച്ചെടുക്കാം. ഇനി ഈ സവോളയും ഏലക്കായും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഈ മാവിലേക്ക് ഒതുക്കിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അര ടീസ്പൂൺ ഈസ്റ്റും ഇട്ട് ഇളക്കിയ ശേഷം 4 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഇനി നമുക്കിത് 4 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. അതിനുശേഷം ഉപ്പ് ചേർത്ത് ചുട്ടെടുക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് തുറന്നു നോക്കാം. നന്നായി പൊന്തിയിട്ടുണ്ട്. ഈ പാകത്തിലാണ് വെള്ളം വേണ്ടത്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഈ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ കല്ലപ്പത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല സ്വാദുള്ള അപ്പമാണ്. ഇനി കല്ലിൽ ചുട്ടെടുക്കാം. ഇനി കല്ലിൽ എണ്ണ തടവി മാവ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതൊന്ന് തുറന്നു നോക്കി നമുക്ക് അപ്പം എടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള മാവ് കൂടി ചുട്ടെടുക്കാം. കല്ല് ശരിയായ ചൂടാണ് എങ്കിൽ അപ്പത്തിന് ഒരുപാട് ദ്വാരങ്ങൾ വീഴും. അതുപോലെ നിങ്ങൾക്ക് തേങ്ങ ഒതുക്കിയിടുന്നത് ഇഷ്ടമല്ലെങ്കിൽ തേങ്ങ അരി അരക്കുമ്പോൾ തന്നെ ഒന്നിച്ച് അരക്കാവുന്നതാണ്. ചിലർക്ക് ജീരകം ഇങ്ങനെ പൊന്തി കാണുന്നത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർക്ക് അരിയുടെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കാവുന്നതാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മാവ് ഒഴിച്ച് ദ്വാരം വീഴുമ്പോൾ തന്നെ മൂടി വെക്കണം. എന്നാലാണ് കൂടുതൽ ദ്വാരങ്ങൾ വീഴുക. മൂടി വെക്കാതിരുന്നാൽ വെള്ള കളറ് മുകളിൽ നല്ലതുപോലെ തെളിഞ്ഞു കാണും. അത് സ്വാദുണ്ടായിരിക്കില്ല. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോഴും ഇഡ്ഡലിയും ദോശയും പുട്ടും ചുടുന്ന നിങ്ങൾ ഒന്ന് കല്ലപ്പവും ചുട്ടു നോക്കൂ. ഇത് പഴയ കാലത്ത് മുത്തശ്ശിമാർ ഉണ്ടാക്കുന്നതാണ്. മൂടാതെ ചുട്ടാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് മൂടി വെച്ച് ചുട്ടെടുക്കണം. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് ഇങ്ങനെ ചുട്ടെടുത്തതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.